ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളോടൊപ്പം അവന്റെ പരീക്ഷണങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ജീവിത താൽപര്യമാണ്. എന്തുകൊണ്ട് പരീക്ഷണങ്ങൾ ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നതാണ് ഉത്തരം. ജീവിതത്തിന്റെ വൈയക്തികവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹ്യവും അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ വ്യക്തി എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും പരീക്ഷണങ്ങൾക്ക് നാം വിധേയമാകും. ആ പരീക്ഷണങ്ങൾ ഭാവിയിലേക്കുള്ള നന്മയാക്കി മാറ്റാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കണം എന്നതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവർക്കൊരു ഖൈറ് വന്നാൽ, നിഅമത്ത് വന്നാൽ ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി ചെയ്തുകൊണ്ട് അതവർ പ്രതിഫലമാക്കി മാറ്റും. അവർക്കൊരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ശർറ് വന്നാൽ ക്ഷമിച്ചുകൊണ്ടും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടും അതും അവർ പ്രതിഫലമാക്കി മാറ്റും. അപ്പോൾ നന്മ വന്നാലും തിന്മ വന്നാലും സത്യവിശ്വാസികൾക്ക് ഗുണം തന്നെ. എന്താണ് ആ ഗുണം അവർക്ക് കിട്ടാനുള്ള കാരണം? അവർ പരലോക വിശ്വാസികളാകുന്നു എന്നതാണ് അടിസ്ഥാനപരമായ കാരണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വമ്പിച്ച അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച മഹത്തായ ഒരു അനുഗ്രഹമാണ് അവന്റെ സൃഷ്ടിയായ സൂര്യൻ. ഊർജം ഈ ലോകത്ത് നമുക്ക് ലഭ്യമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്രോതസ്സാക്കി വെച്ച, നമുക്ക് വെളിച്ചം ലഭിക്കുന്ന, ചൂട് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹം. ഏതൊരനുഗ്രഹവും റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണമാക്കി നമ്മിലേക്ക് എത്തിക്കാം. കണ്ണൂരിന്റെ പരിസര പ്രദേശത്ത് ചേലോറയിൽ 37 വയസ്സുള്ള ഒരു ജോലിക്കാരൻ ഇന്നലെ മരണപ്പെട്ടത് ചൂട് കൊണ്ടാണ്. സഹിക്കാനാകാത്ത ചൂട്, അത് കാരണത്താൽ ജോലിക്കിടെ കിണറിൽ നിന്നും ക്ഷീണം പിടിച്ചു പുറത്തു വന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഒരു മരണം, ചൂട് കൂടിയിട്ടുള്ള മരണം, ഒരുപക്ഷെ നമ്മുടെയൊക്കെ അനുഭവത്തിൽ കുറവാകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മിലേക്ക് വരുമ്പോഴും സത്യവിശ്വാസികൾക്കൊട്ടേറെ കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കുവാനുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇന്ന ശിദ്ദത്തൽ ഹർ മിൻ ഫൈഇ ജഹന്നം. മുസ്ലിമിലെ 1426 ഹദീസിൽ കാണാം, തീർച്ചയായും ഈ ലോകത്തെ ചൂട് എന്ന് പറയുന്നത് നരകത്തിന്റെ നീരാവിയിൽ നിന്ന്, ആവിയിൽ നിന്ന് ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ നരകം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്നും ഒരിത്തിരി കാറ്റ് പുറത്തേക്ക് പോയാൽ ആ കാറ്റിന്റെ ചൂട്, അതിന്റെ ഒരു അംശമാണ് ഈ ലോകത്ത് അനുഭവിക്കുന്നത് എന്ന് പഠിപ്പിച്ചതാരാ? നരകം നേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്ആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ചൂടിന്റെ 70 ഇരട്ടിയാണ് നരകത്തിലെ ചൂട് എന്ന്. അപ്പോൾ 13.5 ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമായ സൂര്യനെ സൃഷ്ടിച്ച റബ്ബാണ് നരകമുണ്ട് എന്ന് പറഞ്ഞത്. റസൂലുള്ളാ പാതിരാ സന്ദർഭങ്ങളിൽ എഴുന്നേറ്റ് സ്വയം പറയും, അന്നാറു ഹഖ്ഖുൻ, പടച്ചവനെ നരകം സത്യമാണ് എന്ന്. നമ്മൾ എങ്ങനെ ഇതറിഞ്ഞു?
അവിടുന്ന് പറയുന്നത് നമ്മുടെ ഉമ്മമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ കേട്ട് റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണല്ലോ നാം അതറിയുന്നത്. അപ്പോൾ ഈ ചൂട് അനുഭവിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ട സുപ്രധാനമായ ഒരു പാഠമാണ്, പടച്ചവനെ, നരകം സത്യമാണല്ലോ എന്ന്. ഈ ചൂടിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു ചെറിയ തണൽ കിട്ടിയാൽ നമ്മൾ അവിടെ അല്പസമയം നിൽക്കും. വണ്ടിയിൽ, ബൈക്കിലും മറ്റും നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പോലും തണൽ കിട്ടുന്നിടത്ത് നമ്മൾ സ്പീഡ് കുറക്കും. അത്രമാത്രം വലുതാണ് ഈ ചൂടിൽ നമുക്ക് അല്പം തണല് കിട്ടുക എന്നത്. എന്നാൽ ഈ ചൂടിനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ സംവിധാനിച്ച നരകത്തിലുമുണ്ട് സഹോദരി സഹോദരന്മാരെ തണൽ. റസൂലുള്ളാഹി പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തണലല്ലാത്ത, റബ്ബ് നിശ്ചയിച്ച തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ മരണാനന്തര ജീവിതത്തിൽ, പരലോകത്തിൽ 7 വിഭാഗം ആളുകൾക്ക് ചുട്ടുപൊള്ളുന്ന ആ ചൂടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവർക്ക് തണൽ കൊടുക്കും. വേറൊരു തണൽ അവർക്ക് ലഭ്യമേ അല്ല. 7 വിഭാഗം ആളുകൾ. ആരാണ് ആ 7 വിഭാഗം? അൽ ഇമാമുൽ ആദിൽ, തന്റെ അടുത്ത് ഉത്തരവാദിത്തം, ഭരിക്കുവാനുള്ള, നിയന്ത്രിക്കുവാനുള്ള ഉത്തരവാദിത്തം വന്നു. കയ്യിൽ കിട്ടിയ അധികാരം കിട്ടുമ്പോഴേക്കും തോന്നുന്നത് പോലെ ചോദിക്കാൻ ആരുമില്ലല്ലോ എന്ന് കരുതി അനീതി കാണിക്കാത്ത ആ അധികാരം തന്നിലേക്ക് വരുമ്പോൾ അവിടെ നീതിപൂർവം അതിനെ കൈകാര്യം ചെയ്യുന്ന നീതിമാനായ ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് ഈ തണൽ ലഭിക്കും. ഒരു വലിയ ഭരണാധികാരിയെ മാത്രമല്ല നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിൽ കാണേണ്ടത്. നമ്മളൊക്കെ പലയിടത്തും പലതിന്റെയും നിയന്ത്രണം കയ്യിലുള്ളവരായിരിക്കും. ആ നിയന്ത്രണം കയ്യിലുള്ളപ്പോൾ അവിടെ ഒരിക്കലും അനീതി പാടില്ല എന്ന, നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്ന മഹത്തായ സന്ദേശമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തത്, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. തണല് കൊടുക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഒരു യുവാവ്, ഒരു യുവതി. ആ യുവാവിന്റെ, യുവതിയുടെ പ്രത്യേകത നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ മുഴുകും. എന്താ ഇവിടെ ഷാബുൻ എന്ന് എടുത്തു പറഞ്ഞത്? കാരണം ആ രക്തത്തിളപ്പിൽ എന്തും ചെയ്യാൻ, മയക്കുമരുന്നിന്റെ പിന്നാലെ പോകാൻ, വൃത്തികളുടെ പിന്നാലെ പോകാൻ, പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ എല്ലാം കഴിവുള്ള ആ ആരോഗ്യമുള്ള സന്ദർഭമാണ്. ആ ആരോഗ്യമുള്ള സന്ദർഭം ആ വ്യക്തി, എനിക്ക് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് മനസ്സിലാക്കി ഇബാദത്തിൽ മുഴുകുന്ന യുവ സമൂഹം, യുവതി അല്ലെങ്കിൽ യുവാവ്, ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകുമ്പോൾ ആ വ്യക്തിക്ക് തണൽ നൽകും. വറജുലുൻ, നമ്മൾ ഓരോന്ന് നമ്മൾ കേൾക്കുമ്പോഴും ഇതിൽ പടച്ചവനെ ഞാൻ പെടുമോ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഇനത്തിൽ ഞാൻ പെടുമോ എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. വറജുലുൻ, ഒരു മനുഷ്യൻ, ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അല്ലാഹുവിന്റെ ഭവനങ്ങളുമായി, പള്ളികളുമായി ഹൃദയത്തെ ബന്ധിച്ചു. അവന്റെ ഹൃദയം കെട്ടിയിട്ടിരിക്കുന്നു. എവിടെ? പള്ളികളിൽ. പള്ളി എന്നല്ല, പള്ളികളിൽ. എവിടെ ചെന്നാലും പള്ളി. എവിടെ? പള്ളി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭവനമാണ്. ആ പടച്ചോന്റെ ഭവനത്തിലെത്തി, ഒരു ടൗണിലെത്തിയാൽ, ഒരു ആശുപത്രിയിലെത്തിയാൽ, എവിടെ ചെന്നാലും എവിടെയാ പള്ളി ഉള്ളത്? നേരെ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് എല്ലാ കാര്യവും പടച്ചോനോട് പറഞ്ഞ് നേരെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്നു. അങ്ങനെ ഇനി സ്വന്തം നാട്ടിലാണെങ്കിലോ ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലില്ലെങ്കിൽ ആളുകൾ പറയും മൂപ്പരിവിടെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കാരണം നാട്ടിലുണ്ടോ, പള്ളിയിലെത്താറുണ്ട്. ഇത് നമ്മളെക്കുറിച്ച് പറയണം, ആളുകൾ പറയാൻ വേണ്ടിയല്ല. മറിച്ച് ഒരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകുന്നതിൽ ഒരു വിഭാഗം വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി തങ്ങളുടെ ഹൃദയത്തെ ബന്ധിപ്പിച്ച
ആളുകളാണ്. ആ അവസ്ഥയിലേക്ക് നാം എത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വറജുലാനി, രണ്ടു പേർക്ക് നാം തണൽ നൽകും. തഹാബ്ബാ ഫില്ലാഹ്, അവർ അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ടു. ഇജ്തമഅ അലൈഹി, അതിന്റെ പേരിൽ ഒരു രണ്ടാൾ ഒരുമിച്ച് ചേർന്നു. പടച്ചോന്റെ മാർഗത്തിൽ അള്ളാന്റെ ദീന് പ്രബോധനം ചെയ്യാനും നല്ല കാര്യങ്ങൾക്കും പള്ളി ഉണ്ടാക്കാനും ആളുകൾക്ക് ദഅവത്ത് എത്തിക്കുവാനും മുസ്ലിങ്ങൾക്ക് ഖുർആൻ പരിഭാഷ എത്തിക്കാനും ഇങ്ങനെ പടച്ചോന്റെ പേരിൽ അവര് രണ്ടുപേരും യോജിച്ചു, ഒത്തുചേർന്നു. വതഫറഖ അലൈഹി, ഒരാള് തെറ്റായ ഒരു സമീപനം സ്വീകരിച്ചപ്പോ നേരത്തുള്ള ബന്ധമൊക്കെ ഒഴിവാക്കി ആ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയൊക്കെ അടുത്ത ആളല്ലേ, അവന്റെ ആ തെറ്റിനെ അങ്ങ് അംഗീകരിച്ചേക്കാന്നല്ല, ഞാനില്ല. അവിടെ അവർ വേർപിരിയും. എന്തിനാ വേർപിരിയുന്നത്? അള്ളാഹുവിന് ഇഷ്ടമില്ല. അവർ രണ്ടുപേരും രക്തബന്ധുക്കൾ പോലും അല്ല, രണ്ട് സഹോദരങ്ങളാ, രണ്ട് വിശ്വാസികളാ, ഭയങ്കര ഇഷ്ടാ പരസ്പരം. എന്തിന്റെ പേരിലാ ഇഷ്ടപ്പെട്ടത്? അള്ളാഹുവിന്റെ പേരിൽ. അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടവർ ഒത്തുചേർന്നു. എന്നാൽ അവർ വേർപിരിയുകയും ചെയ്യും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവർക്കിടയിൽ വന്നാൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം എന്റെ ഈ സുഹൃത്തിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞ് അവർ അള്ളാഹുവിന്റെ പേരിൽ തന്നെ വേർപിരിയുകയും ചെയ്യും. അങ്ങനെയുള്ള ബന്ധങ്ങൾ സഹോദരീ സഹോദരന്മാരെ നമുക്കുണ്ടോ? നമ്മൾക്ക് പലതരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? ആ ഫ്രണ്ട്ഷിപ്പിൽ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ ദീനെത്തിക്കുവാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്തരം ഒരു സംഘത്തിൽ നമ്മൾ ചേരുന്നു. എന്നിട്ട് ഒരു പ്രദേശത്ത് ആ ഫ്രണ്ട്ഷിപ്പ് കാരണത്താൽ ഒരു പള്ളി ഉണ്ടാകുന്നു, ഒരു മദ്രസയുണ്ടാകുന്നു, ആളുകൾക്ക് ഖുർആൻ പഠിക്കാൻ ഒരു കേന്ദ്രം ഉണ്ടാകുന്നു. ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടായത് അങ്ങനെയാ. വ്യത്യസ്ത ആളുകൾ കൂടിച്ചേർന്ന് നമുക്കൊരു പള്ളി ഉണ്ടാവണ്ടേ, നമുക്ക് സ്വർഗത്തിലൊരു ഭവനം വേണ്ടേ, നമ്മളൊന്ന് മീറ്റിംഗ് ചേർന്നാലോ, അങ്ങനെ ഹംദും സലാത്തൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പൊ പടച്ചോൻ സഹായിക്കും. അപ്പൊ ആ നിലക്കുള്ള ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് വേണം. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ രണ്ട് വ്യക്തികൾ, അവർ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ പേരിൽ തന്നെ വെറുക്കുകയും ചെയ്തു, വേർപിരിയുകയും ചെയ്തു എങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തണലുമില്ലാത്ത ദിവസം തണൽ നൽകും. അഞ്ചാമത്തെ വിഭാഗം, വറജുലുൻ ത്വലബത്ഹു ഇംറഅത്തുൻ മൻസിബിൻ വജമാലിൻ വഖാല ഇന്നി അഖാഫുല്ലാഹ്. മറ്റൊരു വ്യക്തി, അവന് കുലീനതയുള്ള, സൗന്ദര്യമുള്ള, നല്ല തറവാടിത്തമുള്ള ഒരു സ്ത്രീ അവന്റെ മുമ്പിൽ വന്നു. അവന് ഉപയോഗപ്പെടുത്താവുന്ന, അവന് ലൈംഗികമായി ബന്ധപ്പെടാവുന്ന ഒരവസ്ഥയിൽ എല്ലാ അവസ്ഥയും യോജിച്ചു വന്നു. ആ സന്ദർഭത്തിൽ അവൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചോനെ പേടിയാണ് എന്ന് പറഞ്ഞാൽ ഈ തെറ്റ് ഞാൻ ചെയ്യുമ്പോ അത് റബ്ബ് അങ്ങനെ തന്നെ കാണും. റബ്ബ് സുബ്ഹാനഹു വ തആല ബസീറാണ്, എല്ലാം കാണുന്നവനാ. ആ റബ്ബ് ഈ രംഗം കാണും, എനിക്ക് പടച്ചോനെ പേടിയാ. ശരി, ആ ആണും പെണ്ണും ഒരിടത്തുള്ളത് ഒരു മനുഷ്യൻ കാണുമെന്ന് കണ്ടാൽ പറ്റില്ല. അപ്പൊ മനുഷ്യൻ കാണുമെന്ന് പേടിയല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പടച്ചോൻ കാണൂന്ന് വിശ്വാസമില്ലാത്തോണ്ടല്ലേ? ഓൻ ആ വിശ്വാസമുണ്ട്. വവജദു മാ അമിലു ഹാലിറാ, എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് കഹ്ഫിലൂടെ നാം ഓതുന്നു. വവജദു മാ അമിലു ഹാലിറാ, അവർ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജരാക്കും. വീഡിയോ പ്രസന്റേഷൻ, ആ ചെയ്ത പ്രവർത്തനം അങ്ങനെ തന്നെ അള്ളാഹു കാണിച്ചു കൊടുക്കും. തെറ്റ് ചെയ്തവൻ നിഷേധിക്കും, അപ്പൊ ആ തെറ്റ് ചെയ്ത രംഗം കാണിച്ചു കൊടുക്കും, ഒന്നും പറയാനില്ല. അപ്പൊ ഈ പേടി കൊണ്ട് ലൈംഗിക രംഗത്തുള്ള വിശുദ്ധി പാലിക്കുന്നവർ, അവർ അള്ളാഹു എവിടെയാ ഉൾപ്പെടുത്തിയത്? ഒരു തണലുമില്ലാത്ത ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല തണൽ നൽകുന്ന ഒരു വിഭാഗം ലൈംഗിക വിശുദ്ധി പാലിച്ചു. എപ്പോഴാ പാലിച്ചത്? എല്ലാ അനുകൂല ഘടകവും യോജിച്ചു വന്നു. ആ സന്ദർഭത്തിലാ ആ വിശുദ്ധി പാലിച്ചത്. അത് അള്ളാഹ് കാണുന്നുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് തണൽ നൽകും. വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. വേറെ ചില വ്യക്തികൾ, ആളുകൾ, അവർ ചില സാമ്പത്തികമായി ചെലവഴിക്കേണ്ട ചില രംഗങ്ങൾ കണ്ടെത്തി. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവർ കണ്ടെത്തി. അവരെന്ത് ചെയ്തു? വളരെ രഹസ്യമായി, റസൂലുള്ളാഹി പ്രയോഗിച്ചത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ. അപ്പൊ രഹസ്യം എത്രയായിരിക്കും? അത്ര രഹസ്യമായി ഒരു വീട് നിർമ്മാണം പൂർത്തിയാക്കണം. 5 ജനലും ഒരു വാതിലും വെക്കണം. അതിന് 36,000 രൂപയാകുന്നാ പറയുന്നത്. 36,000 രൂപ എല്ലാം കൊണ്ടുപോയിട്ട് കയ്യിലങ്ങ് വെച്ചു കൊടുത്തു, ആരും അറിയാതെ.
അങ്ങനെ നമ്മുടെ കുടുംബത്തിലും അയൽപക്കത്തും നാട്ടിലും ഒക്കെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ട് എന്നറിയുമ്പോ ആ സാമ്പത്തിക പ്രയാസം ലോകത്താരും അറിയാതെ, അതാണ് റസൂലുള്ളാഹിയുടെ പ്രയോഗം, വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാതെ. എന്നാൽ പരസ്യമായ ദാനമില്ലേ? ഉണ്ട്. റസൂലുള്ളാഹി പരസ്യമായി ദാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ. നാട്ടിലൊരു പള്ളി എടുക്കുന്നു, അപ്പൊ 2 സെന്റ് എന്റെ വക, എന്നാ പിന്നെ 3 സെന്റ് എന്റെ വക, 1/2 സെന്റ് എന്റെ വക, ഇങ്ങനെ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പരസ്യമായ ദാനമാകാം. ഇത് കേൾക്കുമ്പോ രഹസ്യമായ ദാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പോകരുത്. ഖുർആൻ തന്നെ പരസ്യമായ ദാനവും രഹസ്യമായി, ഇവിടെ ഒരു തണലുമില്ലാത്ത ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല തണല് കൊടുക്കും എന്ന് പറഞ്ഞ അത് അവസരങ്ങൾ, സന്ദർഭങ്ങൾ കണ്ടെത്തി രഹസ്യമായി ദാനം ചെയ്യുന്നു. അവന് കിട്ടുന്ന പ്രതിഫലം എന്താ? ആളുകൾ ചുട്ടുപൊള്ളുമ്പോ ഒരു തണല് കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുമ്പോ റബ്ബ് 7 വിഭാഗം ആളുകൾക്ക് തണല് കൊടുക്കുമ്പോ അതിൽ ഈ വ്യക്തി ഉണ്ടാകും എന്നതാണ്. അടുത്തത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു. 7ാമത്തെ വിഭാഗം, ചില വ്യക്തികൾ, ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർത്തു. അള്ളാഹുവിനെ പറ്റി പഠിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയും. അങ്ങനെ ഒറ്റക്കിരുന്ന് പടച്ചോനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തേക്ക് വന്നു. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തണലുമില്ലാത്ത ദിവസം തണല് നൽകും. സഹോദരി സഹോദരന്മാരെ, ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒരു തണല് കിട്ടിയാൽ മരത്തിന്റെ വിലയൊക്കെ ഇപ്പോഴാ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? അവിടെ നമ്മൾ ആശ്വസിക്കുമെങ്കിൽ, ആ മരം ഇവിടെ ഉണ്ടെങ്കിൽ അത് ആർക്കും ഉപയോഗിക്കാം. എന്നാൽ പരലോകത്തുള്ള തണൽ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ കിട്ടൂ. കാരണം എന്താണ്? മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. അത് പ്രതിഫല നാളാണ്. അധ്വാനിച്ചതിന് കൂലി കിട്ടുന്ന ലോകമാണത്. അവിടെ വെറുതെ തണല് കിട്ടില്ല, അധ്വാനിച്ചാലേ തണല് കിട്ടൂ. അതുകൊണ്ട് ഈ സ്വഭാവങ്ങളിൽ നമ്മൾ പെടുന്നുണ്ടോ? നീതിയുടെ കാര്യത്തിൽ നമ്മൾ എവിടെ? നമ്മൾ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് യുവത്വം ചെലവഴിക്കുന്നവരിൽ നമ്മൾ ഉണ്ടോ? അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ഹൃദയബന്ധം, അഭേദ്യമായ ബന്ധം പാലിക്കുന്ന ആ പള്ളിയുടെ അഹ്ലുകാരിൽ നമ്മൾ ഉണ്ടോ? അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലുള്ള നല്ല ബന്ധങ്ങൾ മറ്റു വ്യക്തികളുമായി നമുക്കുണ്ടോ? അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ പേരിൽ വെറുക്കുന്ന ബന്ധങ്ങൾ നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ലൈംഗികമായ തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോ ആ സൈറ്റിലേക്ക് എനിക്ക് പോകാൻ പാടില്ല, റബ്ബ് ഇത് കാണുന്നുണ്ട് എന്ന ചിന്ത നമ്മിലേക്ക് വരുന്നുണ്ടോ? അത്തരം അവസരങ്ങൾ വരുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ രഹസ്യമായി ആളുകൾക്ക് ദാനം ചെയ്യുന്നവരിൽ നമ്മൾ ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർത്ത് സ്വന്തമായി കരയാൻ സാധിക്കുന്നവരിൽ നമ്മൾ ഉണ്ടോ? ഈ കാര്യമാണ് ഈ തണല് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഒരു തണലുമില്ലാത്ത ലോകത്ത് തണല് കിട്ടാൻ നമ്മുടെ മുമ്പിലേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിലെ 660 ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുന്ന, തണല് നൽകുന്ന, സ്വർഗം നൽകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, ചുട്ടുപൊള്ളുന്ന വെയിൽ നമ്മുടെ നിസ്സഹായത നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെയിൽ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിപ്രായം പറയാനല്ലാതെ നമുക്ക് എന്തിനു സാധിക്കും? റബ്ബിന്റെ കഴിവും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന്റെ ശക്തിയും നമ്മുടെ നിസ്സഹായതയും നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഈ വെയിൽ എന്ന് പറയുന്നത്. മരണം ഉൾപ്പെടെയുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ സർക്കാർ പോലും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
വിശുദ്ധ ഖുർആനും തിരു ഹദീസും പഠിപ്പിച്ചു, നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കരുത്, സ്വന്തത്തെ തന്നെ നമ്മൾ നശിപ്പിക്കരുത്. അതുകൊണ്ട് നമുക്ക് ഉപദ്രവമുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് നാം പ്രവേശിക്കാൻ പാടില്ല. രാവിലെ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത് നമുക്ക് ജീവഹാനി വരെ സംഭവിക്കാം എന്നതുകൊണ്ടാണ്. ഇന്നലെ മരണപ്പെട്ടത് ഉച്ചക്ക് 12 മണിക്കാണ്. സഹിക്കവയ്യാത്ത ചൂടാണ് 37കാരനായ സഹോദരനെ മരണത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് നാം ക്രമീകരിക്കണം. രാവിലെ 7 മുതൽ 11 വരെയുള്ള 4 മണിക്കൂർ അത് നമ്മുടെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, വൈകുന്നേരവും ഉപയോഗിക്കാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അബൂദാവൂദും തിർമിദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണമേ. ഇത് ഈ വെയിലുള്ള സമയത്ത് മാത്രമല്ല, ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസികളുടെ രാവിലെ എന്ന് പറഞ്ഞാൽ അവർക്ക് പൊന്നാണ്. കാരണം രാവിലെ സന്ദർഭം സത്യവിശ്വാസികൾ നന്നായി ഉപയോഗിക്കും. ഒരു രക്ഷയുമില്ല. തലേന്ന് രാത്രി ഉറക്കമൊഴിഞ്ഞ് ഫ്ലൈറ്റ് ഇറങ്ങി 5 മണിക്കാ വീട്ടിലെത്തിയത്, ഉറങ്ങിപ്പോവില്ലേ? ശരിയാണ്. അതല്ലാത്ത അതുപോലെയുള്ള നിർണായകമായ ഘട്ടങ്ങൾ ഒഴികെ സഹോദരി സഹോദരന്മാരെ, രാവിലെ സന്ദർഭത്തിൽ ഉറങ്ങി തീർക്കരുത്. കാരണം നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പടച്ചോനോട് ദുആരുന്നു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി. പടച്ചോനെ എന്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് കൊടുക്കണേ, ഫീ ബുകൂരിഹ, അവരുടെ പ്രഭാതങ്ങളിൽ. അപ്പൊ നബി നമുക്ക് വേണ്ടി ദുആരുന്നിട്ട് ആ ദുആന്റെ ഫലം കിട്ടാൻ നമ്മളില്ല, നമ്മൾ ഉറങ്ങുകയാണ്. ചില ആളുകൾ പറയും, എനിക്ക് സുബഹി കഴിഞ്ഞാലേ 2 മണിക്കൂർ ഉറങ്ങണം. എവിടുന്ന് കിട്ടി ചര്യ? എവിടുന്ന് കിട്ടി? അതുകൊണ്ട് ആ ചര്യ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. എന്തിന്? ഖുർആൻ ഓതാൻ, ആ സന്ദർഭത്തിൽ ദിക്റുകൾ ചെല്ലാൻ, നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, കുടുംബ സന്ദർശനം നടത്താൻ. അങ്ങനെ ആ രാവിലെ സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ഈ ചൂട് കാലഘട്ടത്തിൽ നമ്മുടെ ജോലിയും മറ്റും ഈ തരത്തിൽ ക്രമീകരിക്കുക എന്നതുകൂടി നാം ചേർത്ത് മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ സമയത്ത് സഹോദരി സഹോദരന്മാരെ, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരുണ്യ പ്രവർത്തനമാണ് കുടിവെള്ളം നൽകുക എന്നത്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, നമ്മൾ വാങ്ങിയ മിനറൽ വാട്ടർ 15 രൂപ, റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പുറത്തുനിന്ന് 20 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ആ വെള്ളം മറ്റൊരാൾ ചോദിച്ചാൽ കൊടുക്കൽ നിർബന്ധം. ഞാൻ വാങ്ങിയ, എന്റെ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയാണ്. പക്ഷെ വെള്ളം തടയാൻ പാടില്ല, വെള്ളം തടയാൻ പാടില്ല. നമ്മുടെ കിണറിൽ വെള്ളമുണ്ട്, അയൽപക്കത്ത് വെള്ളമില്ല. നമ്മൾ വലിയ അധികാരികൾ, നമ്മളെല്ലാം കിണറിന് വെള്ളമൊക്കെ എടുത്ത് കോരിയിട്ട് ബാക്കിയുണ്ടോ? നിനക്കും അവനും ഒരേ അവകാശമാണ്. വെള്ളം തടയാൻ പാടില്ല. വെള്ളം പൊതു സ്വത്താണ്, വെള്ളം പൊതു സ്വത്താണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഒരു സന്ദർഭത്തിലും വെള്ളത്തിന്റെ മുതലാളിയാകാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല. വിവരമില്ലാത്തത് കൊണ്ടാണ് ആളുകൾ പലരും അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം വ്യാപകമായി ഈ സന്ദർഭത്തിൽ എവിടെയെങ്കിലും കിണർ ആവശ്യമുണ്ടോ? കിണർ കുഴിക്കേണ്ട സമയം ഇതാണ്. വെള്ളം കാണുന്ന അവസ്ഥ വരെ ഏറ്റവും ചുട്ടുപൊള്ളുന്ന ഈ ഏപ്രിൽ മെയ് മാസത്തിലാണ് യഥാർത്ഥത്തിൽ പലരും കിണർ കുഴിക്കാറുള്ളത്. ആഗ്രഹമുണ്ടോ ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ? എങ്കിൽ ചെയ്യണം. കാരണം വളരെയധികം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ആളുകൾ നോക്കൂ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ കിണർ ആ ആളുകൾക്ക് വേണ്ടി ദാനം ചെയ്തു. എത്ര കാലമാ ആ ജനങ്ങൾ വെള്ളമെടുത്തത്. അപ്പോൾ സ്വഹാബികളിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ആഹ്വാനപ്രകാരം ഉള്ള ഒരു കാര്യമാണ് കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിക്കുക. ഉത്തരേന്ത്യയിലൊക്കെ പല പ്രദേശങ്ങളിൽ ഒരൊറ്റ കിണർ കിട്ടിയാൽ മതി, ആളുകൾ അങ്ങോട്ട് ദാനം ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങൾ കണ്ടെത്തി നമ്മൾ ഓരോരുത്തരും വെള്ളം ദാനം ചെയ്യാൻ പോരാ. നിങ്ങൾ നോക്കൂ, വെള്ളമുള്ള സ്ഥലത്തേക്ക് ജീവികൾ അടുത്തു വരും. കാരണം അവർക്ക് അവരുടെ കിടപ്പ് സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല, അവർ കാണുന്ന സ്ഥലത്തൊന്നും വെള്ളമില്ല. അതുകൊണ്ട് വെള്ളമുള്ളിടത്തേക്ക് അവർ വരും. ഇന്നലെ ഒരു പള്ളിയിൽ പോയപ്പം ഹൗലിന്റെ അടുത്തേക്ക് ഒരു ജീവി വരുന്നു. അവിടെ വെള്ളമുള്ളത് കൊണ്ടാണ് ഹൗലിന്റെ അടുത്ത്, അല്ലെങ്കിൽ അത് ചത്തുപോകും വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ജീവികൾക്ക് വേണ്ടി നമ്മൾ കുടിവെള്ളം തയ്യാറാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോട് പറയണം, വെള്ളമെടുക്കൂ, എന്നിട്ട് അവർ വെക്കട്ടെ. അവർക്ക് കാണാം കുറച്ച് കഴിയുമ്പോൾ പക്ഷികൾ വന്ന് ആ വെള്ളം കുടിക്കുന്നത് കാണാം. കുട്ടികളുടെ ജീവിതത്തിൽ കാരുണ്യത്തിന്റെ കവാടങ്ങൾ, അതിന്റെ അറിവുകൾ തുറന്നു കൊടുക്കണം. നമ്മളും അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ജീവജാലങ്ങൾക്ക്, ഏത് ജീവജാലങ്ങൾക്കും
പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഹദീസ് സ്വഹീഹാണ്. പൂച്ചക്കത് തടഞ്ഞതിന്റെ പേരിൽ നരകത്തിൽ പോയ ഹദീസും സ്വഹീഹാണ്. അതുകൊണ്ട് പച്ചക്കരലുള്ള എല്ലാറ്റിനോടും കരുണ കാണിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ വെള്ള വസ്ത്രം ധരിക്കുക, ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ദാഹം വന്നിട്ടല്ല വെള്ളം കുടിക്കേണ്ടത്, എപ്പോഴും നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവുക. കാരണം ഈ സന്ദർഭത്തിൽ വെള്ളം എന്നത് ഒരു മരുന്ന് കൂടിയാണ്. ഈ സമയം വെള്ളം എന്നത് ഒരു ഔഷധവും കൂടിയാണ്. അതുകൊണ്ട് ദാഹം വരാതെ തന്നെ എപ്പോഴും വെള്ളം കുടിക്കുന്ന അവസ്ഥ. യാത്ര പോകുമ്പോൾ വെള്ളം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം, വാഹനത്തിൽ വെള്ളം, അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ തന്നെ നമുക്കും മറ്റുള്ളവർക്കും വെള്ളത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നത് നാം ശ്രദ്ധിക്കണം. അതോടൊപ്പം ഈ പ്രശ്നമൊക്കെ തീരും. ഒരൊറ്റ മഴ പെയ്താൽ മതി. നന്നായൊരു മഴ പെയ്താൽ വിഷയങ്ങൾ തീരും. അതുകൊണ്ട് തന്നെ നാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, 2 ഐനും പുള്ളിയുള്ളതാണ്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, പടച്ചവനെ സമൃദ്ധമായ മഴ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളിയാഴ്ച ദിവസം, ജുമാ ദിവസം, റസൂലുള്ളാഹ് മിമ്പറിന്റെ മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോ ആളുകൾ വന്ന് പരാതി പറഞ്ഞു, അള്ളാന്റെ റസൂലേ, വരൾച്ച അങ്ങേയറ്റം എത്തിയിരിക്കുന്നു, കന്നുകാലികൾ പോലും ചത്തൊടുങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഴക്ക് തേടണം. അവര് തേടുന്നില്ലേ? ഉണ്ട്. ആ സ്വഹാബികളൊക്കെ തേടുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വസീല, തവസ്സുൽ, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ജീവിച്ചിരിക്കുന്ന നല്ല ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മഹാനല്ലേ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളയോട് മഴക്ക് തേടാൻ വേണ്ടി സ്വഹാബത്ത് ആവശ്യപ്പെട്ടു. അത് വസീലയാണ്, അത് ഇസ്ലാമിൽ ഉള്ളതാണ്. അങ്ങനെ റസൂലുള്ള മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എവിടെ വെച്ച്? മിമ്പറിന്റെ മുകളിൽ വെച്ച് മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഖുതുബ തീരും മുമ്പ് തന്നെ, ജുമാ തീരും മുമ്പ് തന്നെ കാർമേഘം കനത്തു, മഴമെല്ലെ പെയ്യാൻ തുടങ്ങി. ഹദീസിൽ കാണാം, റസൂലുള്ളയുടെ താടി രോമങ്ങളിലൂടെ വെള്ളം ഉറ്റിറ്റ് വീണു എന്ന്. ആരാ ദുആ ചെയ്തത്? റസൂലുള്ളയാണ്. അപ്പോൾ ഈ വരൾച്ച ബാധിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തതായി നമുക്ക് തോന്നുന്ന ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നതും പ്രധാനമാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും മറ്റൊരു ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് എന്ത് ചെയ്തു എന്നത്, വെയിലും മഴയും ഒക്കെയാകുന്ന പരീക്ഷണം നമ്മിലേക്ക് വരുമ്പോ നമ്മുടെ നിലപാട്, നമ്മുടെ വിശ്വാസം ബോധ്യപ്പെടുത്തി തരും. റസൂലുള്ള വഫാത്തായി മദീനയിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ റസൂലുള്ള വഫാത്തായ അതേ സ്ഥലത്ത് റസൂലുള്ളയുടെ ഖബറുണ്ട്. അവരൊക്കെ ഖബറിന്റെ അടുത്ത് പോകാറുമുണ്ട്. എന്നാൽ ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ മഴയ്ക്ക് ക്ഷാമമുണ്ടായപ്പോ അവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി. എന്നിട്ട് അവർ പറഞ്ഞ വാചകം എന്താണ്? റസൂലുള്ള നമ്മോടൊപ്പം ഇല്ല. എന്റെ അർത്ഥം, ഉണ്ടെങ്കിൽ റസൂലിന്റെ അടുത്ത് നമ്മൾ പരാതി പറയായിരുന്നു, റസൂലിന്റെ ദുആ ആയിരിക്കുമായിരുന്നു. റസൂൽ നമ്മോടൊപ്പം ഇല്ല. കുന്നാന തവസ്സൽന, ഞങ്ങൾ അങ്ങേ തവസ്സുലാക്കുന്നു, നിങ്ങളൊന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇമാമ് നിന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ സഹോദരന്മാരെ, റസൂലുള്ള ഹയാത്തോടു കൂടി ഉള്ളപ്പോ അവർ ഹബീബിന്റെ അടുത്ത് വരുന്നു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ജുമ തീരും മുമ്പ് അതിന് ഉത്തരവും കിട്ടുന്നു. റസൂലുള്ള വഫാത്തായപ്പോ അവർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ളയുടെ ഖബറിന്റെ അടുത്തേക്കല്ല പോയത്. അവർ ഖബറിന്റെ അടുത്ത് പോകാറുണ്ട്, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പറയാറുണ്ട്, സ്വലാത്ത് ചെല്ലാറുമുണ്ട്. പക്ഷേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ പോയത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മഹാനായ സ്വഹാബിയുടെ അടുത്തേക്കാ. എന്തേ കാര്യം? റസൂലുള്ള വഫാത്തായ റസൂലുള്ളയോട് മഴയ്ക്ക് വേണ്ടി തേടാൻ പറയാൻ പറ്റില്ല. അതാർക്കാ ഏറ്റവും കൂടുതൽ അറിയാം? സ്വഹാബികൾക്ക്. അതുകൊണ്ട് അവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി മഴയ്ക്ക് വേണ്ടി തേടാൻ ആവശ്യപ്പെട്ടു.
അവിടെയാണ് സഹോദരി സഹോദരന്മാരെ ഈ മഴയും വെയിലും ഒക്കെയായി നമ്മുടെ അഖീദ പടച്ചു പോകരുത്. മഴയില്ലെങ്കിൽ നമുക്ക് കാണാം ചില സ്ഥലത്ത് കുത്തുബിയത്ത് കഴിക്കും. എന്തിനാ? മഴ കിട്ടാൻ വേണ്ടി മൊഹീദ്ദീൻ ഷെയ്ഖിനോട് തേടുക. അങ്ങനെ ചില സ്ഥലത്ത് അങ്ങനെ പോകും. അതേപോലെ ചില സ്ഥലത്ത് ജാറങ്ങളിൽ കൊടിയുമായി അവിടെ ചില പ്രത്യേക ആചാരങ്ങൾ. ആ മരിച്ചു കിടക്കുന്ന ആക്ക് മഴ തരാൻ കഴിയും. ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ആ റബ്ബിനോട് ഒരൊറ്റ കബറിലുള്ളവരെയും സമപ്പെടുത്താൻ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഒരു വിഗ്രഹം പ്രതികരിക്കുന്ന ആളെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഒരു കുരിശ് പ്രതികരിക്കുന്ന ആളെയും. എന്താ അബദ്ധമായി ചെയ്യുന്നത്? ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ഉറക്കമില്ലാത്ത മഴക്കമില്ലാത്ത സർവശക്തനായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചോനോട് പറയേണ്ട കാര്യം ആരോടായി പറയുന്നത്? അതുകൊണ്ടാ ഏറ്റവും വലിയ തെറ്റ് വ്യഭിചാരമല്ല, ഏറ്റവും വലിയ തെറ്റ് കൊലപാതകമല്ല, ഏറ്റവും വലിയ തെറ്റ് നമ്മൾ കാണുന്ന മറ്റൊരു തെറ്റുമല്ല. ഏറ്റവും വലിയ തെറ്റെന്താ? ഇന്ന ശിർക ലദുൽമുൻ അദീം. സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക. റബ്ബിന് കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് പങ്കു ചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. റബ്ബേ എന്ന് തേടേണ്ടടുത്ത് ഷെയ്ഖേ എന്ന് തേടിയാൽ ഈമാൻ പോയി, കലിമത്തു ഷഹാദത്ത് അവിടെ തകർന്നു. അതുകൊണ്ട് ഇത്തരം ഘട്ടം വരുമ്പോ കൈകൾ ഉയർത്തേണ്ടത് റബ്ബിനോടാണ്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ എന്ന ആരുടെ വാചകമാ? റസൂലുള്ള പ്രാർത്ഥിച്ചതാ. റസൂലുള്ളാഹിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നില്ലേ? അത് പാടുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമല്ലേ റസൂലുള്ളാഹിയുടെ ജനനം? പക്ഷെ ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചില്ല. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പടച്ചവനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും നിർഭയത്വം കിട്ടാനുള്ള മാർഗം തൗഹീദാണ്, ഏകദൈവ ആരാധനയാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഈ പൊള്ളുന്ന വെയിലത്ത് നരകത്തെക്കുറിച്ച് ഓർക്കാനും നരകരക്ഷയുടെ മാർഗങ്ങൾ തേടുവാനും അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്താനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതോടൊപ്പം നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരിലേക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ, അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മിലേക്ക് വരാൻ കാരണമാകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെയിലത്തും പ്രയാസങ്ങളിലും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.